പ്രിയമുള്ളവരെ, നമുക്ക് ഓതി പരിചയമുള്ള ഒരു 6 സൂറത്തുണ്ട്. ആ സൂറത്ത് ഇന്നത്തെ രാവിലെ നമ്മൾ പാരായണം ചെയ്താൽ സുബ്ഹി ആകുമ്പോഴേക്ക് അതിൻ്റെ എക്സ്പീരിയൻസ്, അനുഭവം നമുക്കറിയാൻ പറ്റും. ചില്ലറ അനുഭവമല്ല. ഈ ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു നിറവേറ്റും. നാളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് നേരത്തെ അള്ളാഹു അവിടുത്തെ താമസം സൗകര്യപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ ലോകത്ത് നമ്മുടെ തെറ്റുകൾ എത്രയായിക്കോട്ടെ, കോടിക്കണക്കിന് തെറ്റുകൾ, അതെല്ലാം അള്ളാഹു മാപ്പാക്കും. സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടങ്ങൾ, ജോലി, ഇതെല്ലാം അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരും എന്ന് പറഞ്ഞാൽ ഇരു ലോകത്തും വലിയ സൗഭാഗ്യം കിട്ടുന്ന സൂറത്താണ് ഈ 6 സൂറത്ത്. അത് ഏതൊക്കെയാണ്, എപ്പോഴാണ് ഓതേണ്ടത്, അതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും ഹിഫ്ളും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നിഅമത്ത് നൽകട്ടെ. നമ്മൾ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയുടെ സൗഭാഗ്യമാണ്, ഒരാഴ്ചയിലെ ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ നിഅമത്താണ് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസം ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത്. അതിനെ ഉപയോഗപ്പെടുത്തിയാൽ ഒരാഴ്ചത്തെ എല്ലാവിധ ക്ലേശങ്ങളും എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് നമുക്ക് വിജയം പ്രാപിക്കാൻ പറ്റും. പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാളുടെ തെറ്റുകൾ പിറ്റേ ദിവസം ശനിയാഴ്ചയും ബാക്കിയാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അവരാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ആളുകൾ. കാരണം തെറ്റുകളൊക്കെ പുറത്ത് നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കിയെടുത്ത് ഈ ലോകത്തും പരലോകത്തും എല്ലാ വിഷമവും സങ്കടമൊക്കെ മാറി അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലവും പൊരുത്തവും സമ്പാദിക്കാൻ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ നൽകുന്നുണ്ട്. ആ അവസരങ്ങളെ വിനിയോഗിക്കുക, അതിലാണ് ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ സന്തോഷം ഇരിക്കുന്നത്. നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ, ഇവിടെ വെള്ളിയാഴ്ച രാവിൽ വിശ്വാസിയുടെ ദുആക്ക് ഇജാബത്തുണ്ട്. എന്ത് ചോദിച്ചാലും അള്ളാഹു തരും എന്നെല്ലാം നമ്മൾ അറിയുകയും പറയുകയും ചെയ്തവരാണ്. അതോടൊപ്പം വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ചില സൂറത്തുകൾ ഓതൽ പ്രത്യേകം പുണ്യമാണ്, പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഫളായിലുകൾ. ആ സൂറത്തുകൾ എമ്പാട് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ സൂറത്ത് യാസീനാണ്. സൂറത്ത് യാസീൻ ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ, ഇന്നത്തെ രാവിലെ ഒരാൾ പാരായണം ചെയ്താൽ സുബഹിൻ്റെ നേരമാകുമ്പോൾ അയാൾ തീർച്ചയായും അത്ഭുതം നിർബന്ധമായിട്ട് കാണേണ്ടി വരും. എന്താ അത്ഭുതം? അസ്ബഹ മഗ്ഫൂറൻ ലഹൂന. സുബഹി വാങ്ക് കൊണ്ട് കൊടുക്കുമ്പോഴേക്ക് ഒരു തെറ്റുമില്ലാത്തവരായി, കോടിക്കണക്കിന് തെറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റുമില്ലാത്തവരായി അള്ളാഹു അവരെ സ്ഫുടം ചെയ്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞത് ആരാന്നറിയോ? പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കണം, തെറ്റുകളെല്ലാം പൊറുക്കപ്പെടും. അതോടൊപ്പം ഈ യാസീൻ ഓതുമ്പോൾ ലിമാ ഖുരിഅത്ത് ലഹു, എന്താണോ മനസ്സിൽ നിയ്യത്ത് ചെയ്തത്, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എന്ത് ലക്ഷ്യമാണോ അള്ളാഹിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഓതുമ്പോൾ ആ ലക്ഷ്യം അള്ളാഹു ഉടൻ തന്നെ നടത്തിത്തരും. അത് നടക്കും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ യാസീൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ കൽബിൽ എന്താണോ ഉദ്ദേശം ഉണ്ടായിരുന്നത് ആ ഉദ്ദേശം അള്ളാഹു നിറവേറ്റി തരും. സൗഭാഗ്യമല്ലേ? അതോടൊപ്പം എക്സ്ട്രാ കിട്ടുന്ന ലാഭമാണ് തെറ്റുകൾ പൊറുക്കപ്പെടുക. ആ വലിയ സൗഭാഗ്യം ഉണ്ടാകും എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഞാൻ ഓടിച്ചു പറഞ്ഞുമാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട സൂറത്താണ് സൂറത്ത് ദുഖാൻ. വലിയ ഫളല്, ശ്രേഷ്ഠതയുള്ള സൂറത്താണ്. ഈ സൂറത്ത് വെള്ളിയാഴ്ച രാവിലെ ഒരാൾ പാരായണം ചെയ്താൽ തീർച്ചയായും ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു സംവിധാനിച്ച് കൊടുക്കുമെന്നല്ല, കൊടുത്തു. ബനല്ലാഹു, അള്ളാഹു പണിതു വെച്ചു. ആർക്ക് വേണ്ടി? ഓതിയവർക്ക് വേണ്ടി. നാളെ അവർ സ്വർഗത്തിൽ വരുമ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേ, ഒരു പിന്നെ മനോഹരമായ ഒരു വീടുണ്ടാക്കി തരാം, അങ്ങനെയല്ല പറയുന്നത്. പിന്നെയോ ഓൾറെഡി ഇവിടെ വെച്ച് തന്നെ വീട് ഓക്കെയാണ്, നീ ചെന്നാൽ മതി, അതായത് മരിച്ചാൽ മതി, അള്ളാഹു നിഅമത്തുകൾ നൽകും, സൗഭാഗ്യമുണ്ട്. അപ്പോൾ തെറ്റുകൾ ഇവിടെ നമ്മൾ പറഞ്ഞു, സൂറത്ത് യാസീൻ തെറ്റുകൾ പൊറുക്കപ്പെടും, ആവശ്യങ്ങളെല്ലാം നിറവേറും. ഇവിടെ പറയുന്നത് സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു നമുക്ക് ഒരുക്കി തരും. അപ്പോൾ സ്വർഗാവകാശികൾക്കല്ലാതെ സ്വർഗത്തിൽ വീട് ഇട്ടിട്ട് കാര്യമുണ്ടോ? സ്വർഗത്തിലൊരു വീടുണ്ട് നമ്മുടെ പേരിൽ, അതിൻ്റെ വാടക ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കാര്യമില്ല. നമ്മൾ നരകത്തിൽ പോയി കാര്യമില്ല.
നമ്മളെന്താ, നമ്മൾ സ്വർഗാവകാശിയാണ്, സ്വർഗത്തിൻ്റെ ഉടമസ്ഥൻ, സ്വർഗത്തിൻ്റെ അവകാശിയാണ്, നമുക്ക് സ്വർഗത്തിൽ വീടുണ്ട്. അപ്പോഴേ അതുകൊണ്ട് കാര്യമുള്ളൂ. ആ ഒരു സൗഭാഗ്യം അല്ലാഹു ഈ സൂറത്ത് കൊണ്ട് തരും. മാത്രമല്ല യസ്തഗ്ഫിറൂന ലഹു 70 അൽഫൻ മിനൽ മലായിക, മലക്കുകളിൽ നിന്നും 70,000 മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യും. ആർക്ക് വേണ്ടി? ഈ ഇന്നത്തെ രാവിൽ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി. അള്ളാഹു നമുക്ക് ആ വലിയ സൗഭാഗ്യം, വലിയ തൗഫീഖ്, ഒരുപാട് വലിയ സൂറത്തൊന്നുമല്ല, ചെറിയ സൂറത്താണ്, ഓതി നോക്കണം. ഇന്ന് മനസ്സറിഞ്ഞ് ഓതണം. ഇന്ന് പറ്റിയില്ല, ഇന്ന് ഓതാൻ പറ്റാത്തൊരു പീരീഡിലായിപ്പോയി ഒരു സഹോദരി, നാളെ ഓതിക്കോളൂ. നാളെ പറ്റിയില്ല, മറ്റന്നാളായിക്കോളൂ. തീർച്ചയായിട്ടും പരിഗണിച്ചു കൊടുക്കണം. സൂറത്ത് ദുഹാൻ വലിയ ബഹുമാനമുള്ള സൂറത്താണ്. പിന്നെ പ്രത്യേകം ഓതൽ പുണ്യമുണ്ട്, സുന്നത്താണ് എന്ന് പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. പാരായണം ചെയ്യുക. അത് പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ശുഹദാക്കളോടൊന്നിച്ച് സ്വർഗത്തിൽ നമുക്ക് സീറ്റ് അല്ലാഹു നൽകുമെന്നാണ്. വലിയ ബഹുമാന ആദരവുള്ളവരാണ് ശുഹദാക്കൾ. അമ്പിയാക്കൾക്ക് പോലും കിട്ടാത്ത 10ഓളം സൗഭാഗ്യങ്ങൾ മഹാന്മാരായ ശുഹദാക്കൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഇമാം ഖുർത്തുബി തങ്ങളൊക്കെ തഫ്സീൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. അമ്പിയാക്കൾക്ക് കൊടുക്കാത്ത 10 സൗഭാഗ്യങ്ങൾ ആർക്ക് കൊടുക്കും? ഈ ശുഹദാക്കൾക്ക് കൊടുക്കും. അമ്പിയാക്കളുടെ റൂഹ പിടിക്കുന്നത് ആരാ? അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് അമ്പിയാക്കളുടെ നമ്മുടെ എല്ലാം. പക്ഷേ ശുഹദാക്കളുടെ റൂഹ് പിടിക്കുന്നത് ആരാ? അള്ളാഹു ഡയറക്റ്റ്, പ്രത്യേക ഒരു സംവിധാനമാണ്. ഇതെങ്ങനെയാണ് അള്ളാഹു ആയാലും, പക്ഷെ അള്ളാഹു ഡയറക്റ്റ് സംവിധാനിക്കുന്ന ഒരു രീതിയാണ്. അവിടെ ഡയറക്റ്റാണ് റൂഹ് പിടിക്കുന്നത്. ശുഹദാക്കൾ അവർ പിന്നെ ഷഹീദായി കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. അവരെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. അവരുടെ പേരിൽ മയ്യത്ത് നിസ്കാരം പാടില്ല, ഹറാമാണ്. ഒരാളുടെ തെറ്റ് പൊറുക്കാനും അയാൾക്ക് അള്ളാഹുവിന് സ്വീകാര്യത കിട്ടാനാണ് മയ്യിത്ത് നിസ്കാരം. അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യന് ചുമ്മാ എവിടെയെങ്കിലും കിടന്ന് മരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ച തമ്പുരാൻ്റെ പൊരുത്തത്തിൽ ഷഹീദായ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല മയ്യിത്ത് നിസ്കാരം പോലും ഹറാമാണ്, നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. കാരണം നിസ്കരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളേക്കാൾ ബഹുമാനമുള്ള ആളായി കിടക്കുന്നത്. ഇവിടെ നിസ്കാരം വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ മരിച്ചു എന്ന് ചിന്തിക്കാൻ പോലും പാടില്ലെന്ന് പറഞ്ഞില്ലേ? ആ സൗഭാഗ്യമുള്ള ശുഹദാക്കൾ നാളെ ആഖിറത്തിൽ വരുമ്പോൾ അക്കൂട്ടത്തിൽ നമുക്കങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ പറ്റും. ഞങ്ങളുണ്ട് മഹാന്മാരെ എന്നൊക്കെ പറഞ്ഞ് ശുഹദാക്കളുടെ, ബദരീങ്ങളുടെ, മഹാന്മാരായ ഷഹീദായ മുഴുവൻ മഹത്തുക്കളുടെയും കൂടെ നമുക്ക് നിൽക്കാൻ പറ്റും. ആലോചിച്ച് നോക്കി, എന്താ അതിന് സഹായം? സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണമാണ്. പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്ക് മുഴുവൻ കാവല. അയാൾ പ്രൊട്ടക്റ്റഡാണ്. അയാളെ ഒരു വണ്ടിക്കും പിന്നെ ആക്സിഡൻ്റ് ആക്കാൻ പറ്റില്ല, ഒരു അക്രമകാരിക്ക് ആക്രമിക്കാൻ പറ്റില്ല, ഒരു കണ്ണേറുകാരും സിഹർ പിന്നെ മാരണം ചെയ്യുന്നവനും അവനെ തൊടാൻ പറ്റില്ല. അവൻ അള്ളാൻ്റെ ആളാ. ഒരാഴ്ചത്തേക്ക് കാവല. ഒരാഴ്ച കഴിഞ്ഞാലും പിന്നെയും കാവലുണ്ട്. എന്തിന്? ഏറ്റവും വലിയ പ്രശ്നക്കാരനല്ലേ? ആളുകളെ കൊല്ലുക, ജീവിപ്പിക്കുക, മഴ പെയ്യിപ്പിക്കുക, സകല കലാപരിപാടികളും ചെയ്ത് ജനങ്ങളെ വശത്താക്കുന്ന ഏറ്റവും വലിയ നീചനാണ് മസീഹ് ദജ്ജാൽ. ആ ദജ്ജാലിനടുക്കാൻ പറ്റാത്തൊരു ഖൗമ് ഈ ടീമാണ്. ഏത്? പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച രാവിലെ ഓതുന്നവർ. അപ്പോൾ രാവും പകലൊക്കെ ആയിട്ട് കഴിയുന്ന പോലെ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. രാവിലെ ഓതിയാൽ ഒരുപാട് പുണ്യങ്ങൾ വേറെയുമുണ്ട്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, സൂറത്തു സജദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാതെ എത്ര ക്ഷീണാണെങ്കിലും കിടക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഇത് ഓതാതെ കിടക്കൂല. അതിൽ സൂറത്തു സജദയുണ്ട്. സൂറത്തു സജദ നമ്മുടെ കിതാബ് വലം കൈയിൽ കിട്ടാൻ ഒരു കാരണമാകും. കിതാബ് അമ്മാമൻ ഊത്തിയ കിതാബ് ഹോബി അമീനി, വലത് കൈയിൽ കിതാബ് കിട്ടുന്ന ആളുകൾ അവർക്ക് പെട്ടെന്ന് വിചാരണ എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് അവരുടെ വിചാരണ കഴിഞ്ഞ് അവർക്ക് സ്വർഗത്തിൽ പോകാം. വലത് കൈയിൽ കിതാബ് കിട്ടിയാൽ ആ കിതാബ് കിട്ടാൻ ഒരു കാരണമാകും എന്ത്? പരിശുദ്ധമായ സൂറത്തു സജദ പാരായണം ചെയ്യുന്നവർക്ക് വലം കൈയിൽ കിതാബ് കിട്ടും. ആ കൂട്ടത്തിൽ ചേരാൻ പറ്റും. അപ്പോൾ ഏറ്റവും വലിയ സൗഭാഗ്യക്കാരാണ് സൂറത്തു സജദ പാരായണം ചെയ്യുന്നവർ. എല്ലാ രാത്രിയും ഓതണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഓതണം. അപ്പോൾ സൗഭാഗ്യമാണ്, പ്രത്യേകിച്ച് പുണ്യമാണ്. ഇനി കേട്ടോളൂ സൂറത്തുൽ ജുമുഅ എന്ന് പറയുന്ന പരിശുദ്ധമായ അധ്യായം. സൂറത്തുൽ ജുമുഅ പാരായണം ചെയ്യുന്നവർക്ക് ഒരാഴ്ചത്തെ ചെറുദോഷങ്ങളൊക്കെ, ചെറിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഹറാമുകൾ. ചെറിയ പാപം എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന നിസ്സാരമാണ് അല്ല, ഹറാമുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ, കാഴ്ചയിൽ, കേൾവിയിൽ, നോട്ടത്തിലൊക്കെ. ഇതെല്ലാം, ഈ ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഒരാഴ്ചത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സൗഭാഗ്യം ഈ പരിശുദ്ധമായ സൂറത്ത് പാരായണം ചെയ്തിട്ട് നമ്മൾ ദ്വാരനാ മതി. വലിയ കാവലുണ്ടാകും, പാപമോചനം ഉണ്ടാകും, വലിയ സൗകര്യങ്ങൾ, സൗഭാഗ്യങ്ങളുണ്ടാകും. പിന്നെ സൂറത്തുൽ വാക്കിയ, അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനും നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സാമ്പത്തികമായ പ്രയാസം, കടമുണ്ട്, സാമ്പത്തിക ഞെരുക്കുണ്ട്,
ജോലി ഉദ്ദേശിച്ചതായിട്ടില്ല, ശമ്പള വർധനവ് കിട്ടിയിട്ടില്ല, പ്രമോഷൻ കിട്ടിയിട്ടില്ല, എന്തായിക്കോട്ടെ, നമ്മുടെ ജീവിതം സാമ്പത്തികമായി ബന്ധപ്പെടുന്ന ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുക. അതിനേക്കാൾ വലിയൊരു മരുന്ന് ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കില്ല. അത്രയേറെ എഫക്റ്റീവാണ് സൂറത്തുൽ വാഖിഅ. അത് മാത്രമല്ല ഇരുലോക വിജയം. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നതിലൂടെ, ഈ സൂറത്തിലൂടെ അല്ലാഹുവേ നീ എന്തൊക്കെയാണോ നിഅമത്ത് വെച്ചത് ആ നിഅമത്തുകളൊക്കെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും തരണേ അല്ലാ എന്ന നിയ്യത്തോടെ, കേവലം കടം മാറാൻ വേണ്ടി അങ്ങനെ ആക്കരുത്, ദുനിയാവിൻ്റെ കാര്യം മാത്രം ആക്കരുത്, നിയ്യത്ത് ആമായിട്ട് വെക്കാം. അപ്പോൾ ഈ പുണ്യങ്ങളെല്ലാം സമ്പാദിക്കാൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെ പൂർത്തീകരണം, അതായത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് തീരാൻ പോവുക. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയുടെ ഇപ്പോൾ നാളത്തെ സുബഹിൻ്റെ സമയം. ആ സുബഹിൻ്റെ സമയത്ത് പ്രിയപ്പെട്ടവരെ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ സൗഭാഗ്യം നൽകുന്ന ഒരു ദിക്ർ നമുക്ക് കാണാൻ പറ്റും. അത് എപ്പോഴാണ്? വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് മുമ്പ് ഈ ഇസ്തിഗ്ഫാർ ഒരു 3 വട്ടം ഓതുക. ഏതാ ഇസ്തിഗ്ഫാർ? ഇതാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഈ ഇസ്തിഗ്ഫാർ 3 വട്ടം ഓതിയാൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അവരുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ഈ ചെറിയ ഇസ്തിഗ്ഫാറെ മനസ്സറിഞ്ഞിട്ട്, അല്ലാഹുവേ നീയല്ലാതെ ഒരു ഇലാഹുമില്ല, നീ ഹയ്യും ഖയ്യൂമുമാണ്, എന്ന് ജീവിച്ചിരിക്കുന്നവനാണ്, എന്തിനും കഴിവുള്ളവനാണ്, നിന്നിലേക്കാണ് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നത്, എനിക്ക് നീ മാപ്പ് നൽകണം, ക്ഷമാപണം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, സംഭവിച്ചു പോയി അല്ലാ. ഈ വാക്ക് മനസ്സറിഞ്ഞ് 3 വട്ടം പറഞ്ഞാൽ തെറ്റുകൾ പൊറുക്കപ്പെടും. സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് പറയാം, ശേഷവും പറയാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ഈ പുണ്യങ്ങളെല്ലാം നമ്മൾ സമ്പാദിക്കണം. ഇന്നത്തെ പരിശുദ്ധ രാവിൽ, പൊരിശക്കപ്പെട്ട രാവിൽ ദുആയിൽ എല്ലാവരും ഓർക്കണം, എല്ലാവരും ഓർക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈ അൻവാർ ഫജൻ്റെ ഫാമിലി കുടുംബസമേതം നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة